വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IEFTയിലെ മൊഡ്യൂൾ 2ൻ്റെ ഓവർവ്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഇൻപുട്സിനെ ഔട്ട്പുട്ട്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. 4 മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് വരുന്നത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നും നോക്കണം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. Q is equal to F of L, K, N, T എന്നുള്ളതാണ്. ഇതിൽ L എന്ന് പറയുന്നതാണ് നമ്മുടെ ലേബർ, K എന്ന് പറയുന്നത് ക്യാപിറ്റൽ, N എന്ന് പറയുന്നത് ലാൻഡ്, T എന്ന് പറയുന്നത് ടെക്നോളജി, Q എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇനി ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ് വരുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്. ഷോർട്ട് റൺ എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് ദാൻ 1 ഇയർ വരുന്നതാണ്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 5 ഇയേഴ്സ് വരും. ഈ തിയറീസ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും റിട്ടേൺസ് ടു സ്കെയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷനാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ലോങ് റൺ പ്രൊഡക്ഷനാണ് റിട്ടേൺസ് ടു സ്കെയിൽ, അല്ലെങ്കിൽ ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ എന്നും അതിനെ വിളിക്കാം. ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് വേണമെന്നുള്ളവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി അടുത്തത് വരുന്നതാണ് കോസ്റ്റ് എന്താണെന്നുള്ളത്. കോസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഓഫ് കോസ്റ്റിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, സോഷ്യൽ കോസ്റ്റ്, ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോസ്റ്റിൽ ഷോർട്ട് റൺ കോസ്റ്റ്, ലോങ് റൺ കോസ്റ്റ്, ഈ 2 എണ്ണം വരുന്നുണ്ട്. ഇതിൽ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെയും 3 ടൈപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്: ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഇതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ്. അത് നോക്കണം. അതായത് ടോട്ടൽ കോസ്റ്റിന് ഒരു ഗ്രാഫ് വരുന്നുണ്ട്, കുറച്ച് തിയറി പാർട്ടും ഇക്വേഷനും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇക്വേഷൻ പറഞ്ഞില്ലേ, അത് നോക്കണം. അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റിലും കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്, മാർജിനൽ കോസ്റ്റിലും വരുന്നുണ്ട്. ഇത്രയും നോക്കണം. അതേപോലെ തന്നെ പൊസിഷൻ ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ് എന്ന് പറഞ്ഞിട്ട് ഒരു കർവ് ഉണ്ട്. ആ കർവ്സ് നോക്കണം. അതായത് ഒരു ഗ്രാഫാണത്. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്നുള്ളതും അതേപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്നുള്ളതും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഇമ്പോർട്ടൻറ്റ് പാർട്സ് വെച്ചിട്ട് ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നും വിളിക്കാറുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? ഷോർട്ട് റൺ പ്രൊഡക്ഷനിലാണിത് വരുന്നത്. ലെസ് ദാൻ 1 ഇയർ ആണത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു ഗ്രാഫ് വരുന്നുണ്ട്. ആ ഗ്രാഫാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്: ഇൻക്രീസിങ് ഫേസ്, ഡിമിനിഷിങ് ഫേസ്, അതേപോലെ തന്നെ നെഗറ്റീവ് ഫേസ്. 3 കർവ്സാണ് അവിടെ. അതായത് ആ ഗ്രാഫിൽ തന്നെ 3 കർവുകളാണ് വരുന്നത്: ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് കർവ്സ്. ഇത് വെച്ചിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്സ് കിട്ടും. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എക്കണോമീസ് ഓഫ് സ്കെയിലിൽ പറയുന്നത്. അതിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എക്കണോമീസ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇൻറ്റേർണൽ എക്കണോമീസ് എന്ന് പറയുമ്പോഴത്തേക്കും ലേബർ, ടെക്നിക്കൽ, മാനേജറിയൽ, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ എക്കണോമീസ്, ഇങ്ങനെയാണ് അവിടെ വരുന്നത്. ഇനി എക്സ്റ്റേർണൽ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് എക്സ്റ്റേർണൽ എക്കണോമീസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമീസ് ഓഫ് ലോക്കലൈസേഷൻ, എക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ, എക്കണോമീസ് ഓഫ് വെർട്ടിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, എക്കണോമീസ് ഓഫ് ബൈ പ്രൊഡക്റ്റ്, ഇത്രയാണ് അവിടെ വരുന്നത്. അത് കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലാർജ് സ്കെയിലിൻ്റെ പ്രൊഡക്ഷൻ അഡ്വാൻറ്റേജ് നമ്മുടെ ആവറേജ് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് അവിടെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വരുന്ന ടോപ്പിക്കാണ് ഐസോകോൺ കർവ് എന്നുള്ളത്. ഐസോ എന്ന് പറയുന്നത് ഈക്വൽ എന്നാണ് മീനിങ്. അപ്പോൾ കോണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എന്നാണ് മീനിങ്. ഈ ഐസോകോൺ കർവ് എന്ന് പറയുന്നത്
ഈക്വൽ പ്രൊഡക്റ്റ് കർവ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ വേരിയസ് ടു കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് എടുത്തിട്ട് അത് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് തരും. അതാണ് സിംപ്ലി ഐസോകോൺ എന്ന് പറയുന്നത്. ഈക്വൽ ഔട്ട്പുട്ട് ലെവൽസ്. അതേപോലെ തന്നെ ഇവിടെ ഗ്രാഫ് ബേസ്ഡ് ആണ്. ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഐസോകോണ്ടിൽ ലീനിയർ ഐസോകോണ്ടും ഉണ്ട്, റൈറ്റ് ആംഗിൾ ഐസോകോണ്ടും ഉണ്ട്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഐസോകോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ഐസോകോണ്ട് എന്തായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഈക്വൽ കോസ്റ്റ് അറ്റ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് ടു ഫാക്ടേഴ്സ്, അതായത് ടു ഇൻപുട്സിൽ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുക്കുന്നത് എന്നായിരുന്നു ഐസോകോൺ എന്ന് പറയുന്നത്. അതിൽ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലേബറും ക്യാപിറ്റലും ആണ്. ഈ ഐസോകോസ്റ്റിൽ ഫാക്ടർ റിവാർഡ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഈ ഐസോകോസ്റ്റ് ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഐസോകോസ്റ്റ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേറ്റ് ഓർ വേജസ് ടു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പഠിക്കുക, അതേപോലെ തന്നെ ആ ഗ്രാഫും പഠിക്കുക. അടുത്ത വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അതൊരു സിറ്റുവേഷനാണ് വേർ ഐസോകോണ്ട് ഈസ് ടാൻജൻ ടു ദി ഐസോകോസ്റ്റ് ലൈൻ എന്നുള്ള രീതിയിലാണ്. അതായത് ഇക്വിലിബ്രിയത്തിൽ സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഐസോകോസ്റ്റ് ലൈനിന് ഈക്വൽ ആയിട്ട് വരുന്നു. അതാണ് ഇവിടെ ഐസോകോണ്ട് ഈക്വൽ ടു ഐസോകോസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഒപ്റ്റിമൽ പ്രൊഡക്ഷനാണിത് കാണിക്കുന്നത്. അതായത് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് സിംപ്ലി പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. അടുത്ത വരുന്നതാണ് എക്സ്പാൻഷൻ പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിൻ്റെ ഗ്രോത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫും ഒരു ഷോർട്ട് നോട്ടും കൂടെ എഴുതാം. ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫേം ഒരു ബെനിഫിറ്റും, അത് റൺ ചെയ്യുന്നത് കൊണ്ട് ഒരു ബെനിഫിറ്റും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പോയിന്റിലോട്ട് നമ്മുടെ ഫേം എത്തുവാണെങ്കിൽ അതിനാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത്. വെൻ ഫേം സ്റ്റോപ്സ് പ്രൊഡക്ഷൻ എന്നാണ് വരുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാഫും ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആവും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടും അതേപോലെ തന്നെ ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്, അതും പഠിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എന്നുള്ള രീതിയിലാണ്. ഇനി ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ന്യൂമറിക്കൽ പാർട്ട് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. മൊഡ്യൂൾ 2 ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കോപ്പ് ഡഗ്ലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 1928 ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തത് ചാൾസ് കോബും അതേപോലെ തന്നെ പോൾ ഡഗ്ലറും കൂടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ കോപ്പ് ഡഗ്ലസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q is equal to A L raised to alpha K raised to beta എന്ന രീതിയിലാണ്. ഇതിൽ Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, A ടെക്നോളജിക്കൽ കോൺസ്റ്റൻ്റ് ആണ്, L ലേബർ ആണ്, K ക്യാപിറ്റൽ, ആൽഫ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ, ബീറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അത് നോക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ന്യൂമറിക്കൽ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മൊഡ്യൂളിൽ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട 3 ടോപ്പിക്സ് ആണ് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. അതേപോലെ തന്നെ കോപ്പ് ഡഗ്ലസ് പഠിക്കണം. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയവും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാ നോട്ട്സും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക.